പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വന്ദനം. ഒരു ദിവസം ദൈവസന്നിധിയിലേക്ക് സാത്താൻ കടന്നു ചെന്നു. സാത്താനോട് ദൈവം ചോദിക്കുന്നു, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? ആ സമയത്ത് സാത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വെറുതെയോ അവൻ യഹോവ ഭക്തനായിരിക്കുന്നത്? നീ അവനുള്ളതിനൊക്കെയും വേലി കെട്ടി സൂക്ഷിച്ചിരിക്കുന്നു. നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതിനൊക്കെ തൊട്. നിന്റെ മുഖത്ത് നോക്കി നിന്നെ അവൻ ത്യജിച്ച് പറയും. സാത്താൻ്റെ ചിന്ത, ഇയ്യോബിൻ്റെ ഭക്തി ദൈവം അവന് നൽകിയ നന്മയോ ദൈവിക സംരക്ഷണമാണ് ബേസ് എന്നതാണ്. എന്നാൽ ദൈവത്തിനറിയാം തൻ്റെ ഭക്തന് തന്നോടുള്ള ആശ്രയവും ഭക്തിയും കേവലം ഭൗതികതയുടെ അടിത്തറയിലല്ല, പ്രത്യുത വ്യക്തിപരമായുള്ള തൻ്റെ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ സാത്താൻ്റെ ആവശ്യപ്രകാരം ദൈവം സാത്താൻ്റെ കയ്യിലേക്ക് ഇയ്യോബിനെ നൽകുകയാണ്. ഇയ്യോബിനോട് പോലും മുന്നറിയിപ്പ് കൊടുക്കാതെ ദൈവം ഇയ്യോബിനെ സാത്താൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിന് ഇയ്യോബിനെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. കാരണം തൻ്റെ ഭൗതികത മുഴുവൻ നശിച്ചാലും, തനിക്കുള്ളത് മുഴുവൻ ഇല്ലാതെയായാലും, എന്തിന് തൻ്റെ ശരീരത്തിന് പോലും ക്ലേശങ്ങൾ ഉണ്ടായാലും തൻ്റെ ഭക്തി വിട്ടുകളയത്തില്ലെന്നും ദൈവത്തെ ത്യജിച്ചു കളയത്തില്ല എന്നതും ദൈവത്തിന് ഇയ്യോബിനോടുള്ള വിശ്വാസമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ആത്മാർത്ഥമായി ചോദിക്കട്ടെ, നമുക്ക് ദൈവത്തെ വിശ്വാസമുണ്ട്, ദൈവത്തിന് നമ്മെ വിശ്വസിക്കാൻ പറ്റുമോ? ആ വിശ്വാസം നമ്മിൽ ദൈവത്തിൽ ഉള്ള അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോട് വിശ്വാസമുള്ളതുപോലെ തന്നെ ദൈവത്തിന് നമ്മെ വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ ഭക്തിയുടെയും അടിത്തറ ഭൗതിക നന്മയാണോ? എല്ലാം നഷ്ടപ്പെട്ടാലും നിന്നോടുള്ള ഭക്തി വിട്ടുകളയില്ല എന്ന ഉറപ്പ് ഈ പകൽ നമുക്കുണ്ടാകട്ടെ. അതിനായി സ്വർഗം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയോടുള്ള ഞങ്ങളുടെ ഭക്തി കേവലം ഞങ്ങൾക്ക് ലഭിച്ച നന്മയുടെ അടിസ്ഥാനത്തിലോ അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലോ ഭൗതികതയുടെ അടിസ്ഥാനത്തിലോ ആകാതെ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഭക്തിയെ മുറുകെ പിടിപ്പാൻ കൃപ നൽകണമേ. അങ്ങ് ഞങ്ങളെ വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.